അടുത്ത ദിവസം ഞാൻ ഈ കോന്താൻ സിറ്റി വിടും. ഇനി ഞാൻ പോകുന്നത് ജന്താ ബൈക്ക് എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റിലേക്കാണ്. മലേഷ്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റാണ് ജന്താ ബൈക്ക്. അധികം ടൂറിസ്റ്റുകൾക്ക് അവിടേക്ക് എൻട്രി ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവിടേക്ക് എൻട്രി ഉണ്ട്. ജന്താ ബൈക്കിനകത്ത് വെച്ചിട്ട്, അതായത് ആ കാട്ടിനകത്ത് വെച്ചിട്ടാണ് എൻ്റെ തൈച്ചിയുടെ പ്രാക്ടീസ് മുഴുവൻ കിടക്കുന്നത്. സോ ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇല്യാസ് ബ്രോക്ക് വളരെ വിഷമം ഞാൻ അദ്ദേഹത്തെ വിട്ടു പോകുന്നതിൽ. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായി മാറിയിരുന്നു ഈ കുറഞ്ഞ ദിവസം കൊണ്ട്. അദ്ദേഹം എനിക്ക് കടൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ കടലിന് 1-2 പ്രത്യേകതകളുണ്ട്. ഈ ബീച്ചിൻ്റെ പേര് ചെല്ലോ ചെമ്പട എന്നാണ്. ഞാൻ പറയുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, ഇല്യാസ് ബ്രോ പറയുന്നതെന്ന് മനസ്സിലാക്കിയെടുത്തതാണ്. ഈ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ 3 വശവും കാടും മലകളുമാണ്. അതിലൊരു വശത്തെ കാടിനുള്ളിലൂടെയാണ് ഈ ബീച്ചിലേക്കുള്ള റോഡ് വരുന്നത്. ബാക്കി വശങ്ങളെല്ലാം കാടും മലകളും നിറഞ്ഞതാണ്. കുറച്ച് റിസോർട്ടുകളൊക്കെ കാണാം സൈഡിൽ. എങ്കിലും ഓൾമോസ്റ്റ് ഇത് നല്ല കാടിനകത്ത് ഒരു ബീച്ച് ഒളിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കടൽ ഒളിച്ചിരിക്കുന്നത് പോലത്തെ അനുഭൂതിയാണ്. ഇവിടെ ഇതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ചിത്രങ്ങൾ വരച്ചതുപോലുള്ള പാറക്കൂട്ടമാണ്. വളരെ ഭംഗിയും അതിലേറെ വൃത്തിയുമുള്ള ഒരു ഏരിയ. എൻ്റെ കയ്യിലുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലല്ലാത്ത ഒരു മാലിന്യം ഈ ബീച്ചിൽ ഞാൻ കണ്ടിട്ടില്ല. മാത്രവുമല്ല, അവിടെ ഇരുന്ന് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്തു. വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്കുണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും മനോഹരമായൊരു ബീച്ച്. ഇത് മലേഷ്യയിലെ വളരെ ഫേമസ് ആയ ബീച്ചാണ്. കടലിൻ്റെ താളാത്മകമായ ശബ്ദം എൻ്റെ മെഡിറ്റേഷൻ്റെ ആഴം കൂട്ടാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്ത് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിച്ചു.